നമ്മൾ ഇപ്പോൾ കാണുന്നത് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം തൃശ്ശൂരിൽ നിന്നുള്ള ആണ്, ജനപ്രതിനിധിയാണ്. അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിലേക്ക് വരാനായി കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ലഡാക്ക് യാത്രയിലായിരുന്നു. ലഡാക്കിലേക്കുള്ള യാത്രാമധ്യയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ആ മണിക്കൂറിൽ തന്നെ സുരേഷ് ഗോപി മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചിരുന്നു. ഈ അപകടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മനസ്സിലായ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം മടങ്ങുന്നത് എന്ന് അദ്ദേഹം അപ്പോൾ തന്നെ അറിയിച്ചിരുന്നു. അപകട വിവരം അറിഞ്ഞതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ, തൃശ്ശൂരിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മടങ്ങുകയാണ് എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നത്. പ്രതികരിക്കുമെന്ന് തോന്നുന്നുണ്ട്. സുരേഷ് ഗോപി എം പി ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുകയാണ്. ഈ അപകടം നടന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര ഒഴിവാക്കി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ തൃശ്ശൂരിൽ പോയി മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. തൃശ്ശൂരിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്, എം ആണ്. എന്തായാലും പൂരത്തിൻ്റെ വലിയ ഒരുക്കങ്ങൾ, ആവേശം, ആരവം ഒക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് നിലച്ചിരിക്കാതെ ഒരു വലിയ ദുരന്തം തേടിയെത്തിയത്. ഇന്ന് രാവിലെ അടക്കം മാധ്യമങ്ങൾ അവിടെ പോകുകയും ഈ പടക്ക നിർമ്മാണശാലകളുടെ അടക്കം വിശേഷങ്ങളും പൂരത്തിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ വളരെ സന്തോഷപൂർവ്വം ഇതൊക്കെ വിശദീകരിച്ച മനുഷ്യരാണ് അവരൊക്കെയും. പാട്ടൊക്കെ പാടി അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അവർ, പൂരത്തിൻ്റെ ആവേശവും ഒക്കെ അവർ പങ്കുവച്ചിരുന്നു. പക്ഷേ മണിക്കൂറുകൾക്കപ്പുറം നമ്മൾ അതേ സ്ഥലത്ത് നിന്ന് കേൾക്കുന്നത് ഒരു വലിയ ദുരന്തത്തിൻ്റെ, ഒരു വലിയ ഞെട്ടലിൻ്റെ വാർത്തയാണ്. അവിടെ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട വാർത്തയാണ് നമ്മൾക്ക് കേൾക്കേണ്ടി വന്നത്. അവിടെ തന്നെ മനുഷ്യ ശരീരം ചിന്നിച്ചിതറിയാണ് പിന്നീട് കണ്ടെത്തിയത് എന്നുള്ള റിപ്പോർട്ടുകൾ പോലും നമ്മൾ കാണേണ്ടി വന്നു, കേൾക്കേണ്ടി വന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.